നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ദഹനപരമായിട്ട് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ആവശ്യത്തിനുള്ള ആസിഡ് നമ്മുടെ വയറിൽ ഇല്ലാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് കുക്കുംബർ അല്ലെങ്കിൽ കുമ്പളങ്ങ, ആപ്പിള് പോലെയുള്ള ആൽക്കലൈൻ രൂപത്തിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് വീർത്തു വരുന്നു, അല്ലെങ്കിൽ പുളിച്ചത് കെട്ടുന്നു, നെഞ്ചെരിയുന്നു, ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കുന്നു, മലബന്ധം അല്ലെങ്കിൽ ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഇതിനെല്ലാം അസിഡിറ്റി ആണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പൊ പിന്നെയും അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ് വെച്ച് കഴിക്കുന്നത്. അപ്പൊ പിന്നെയും ഈ പ്രശ്നം വഷളാവുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ വയറിന് ഇങ്ങനെ ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അസിഡിറ്റി എന്ന് പറയുന്നതിൽ രണ്ട് തരമുണ്ട്. ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്. ഈ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൽ ആസിഡ് കൂടുന്നതാണ്. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വയറിൽ ആവശ്യത്തിന് ആസിഡ് കുറഞ്ഞു വരുന്നതാണ്. ഇന്ന് കാണുന്ന അസിഡിറ്റി പ്രശ്നങ്ങളിൽ 60 മുതൽ 70% വരെയുള്ളതും ഹൈപ്പോ അസിഡിറ്റി അഥവാ ആസിഡ് കുറഞ്ഞു വരുന്ന പ്രശ്നമാണ് കാണാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാണ് പ്രശ്നമെന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ എടുത്താലാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ.